ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു അസു സ്റ്റഡി കോർണർ. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഒന്നാം ക്ലാസ്സിന്റെ മാത്സിന്റെ ഫസ്റ്റ് ടേമിൽ എക്സാമിനേഷൻ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറാണ്. കൂടുതൽ ക്വസ്റ്റ്യൻ പേപ്പേഴ്സിനായി ഈ ചാനലിൽ തന്നെ നൽകിയിരിക്കുന്ന സ്റ്റാൻഡേർഡ് 1 പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻസ് എന്ന് നൽകിയിരിക്കുന്ന പ്ലേലിസ്റ്റിൽ ഒന്ന് പോയി ചെക്ക് ചെയ്ത് നോക്കിയാൽ മതി. ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുമല്ലോ. കൂട്ടുകാർ, ഇവിടെ മുകളിൽ നൽകിയിരിക്കുന്ന സ്ഥലത്ത് കൂട്ടുകാരുടെ പേരും സ്കൂളിന്റെ പേരും ക്ലാസും ഡിവിഷനും എഴുതാൻ മറക്കില്ലല്ലോ. ചോദ്യപേപ്പറിൽ നൽകിയിരിക്കുന്ന എല്ലാ ചോദ്യങ്ങൾക്കും കൂട്ടുകാർ ഉത്തരം എഴുതണം കേട്ടോ. ഒന്നാമത്തെ ആക്ടിവിറ്റി നോക്കാം. ഓണം. കുഞ്ഞുണ്ണി ആൻഡ് കുഞ്ഞാറ്റ പെയിന്റഡ് ദ പ്ലേ ഹൗസ്. കുഞ്ഞുണ്ണിയും കുഞ്ഞാറ്റയും ഈ പ്ലേ ഹൗസ് പെയിന്റ് ചെയ്തു. ഗിവ് കളർ ടു ദ പ്ലേ ഹൗസ്. ഇവിടെ ചിത്രത്തിൽ കാണിച്ചിരിക്കുന്ന കളിവീടിന് നല്ല ഭംഗിയായി നിറം നൽകാനാണ് കൂട്ടുകാരോട് പറഞ്ഞിരിക്കുന്നത്. കൂട്ടുകാർക്ക് നന്നായി നിറം നൽകാൻ അറിയാമല്ലോ. എന്നാൽ നമ്മൾക്ക് ഈ ചിത്രത്തിനൊന്ന് നിറം നൽകിയാലോ? ദാ നോക്കൂ, ഇതുപോലെ ഈ കളിവീടിന് നല്ല ഭംഗിയായി കൂട്ടുകാർ നിറം നൽകുകയാണ് ചെയ്യേണ്ടത്. ആക്ടിവിറ്റി 1, ലെറ്റ്സ് ഡ്രോ ആൻഡ് കൗണ്ട്. വരയ്ക്കാം, എണ്ണാം. എന്താണ് ഇവിടെ നൽകിയിരിക്കുന്നത്? കുഞ്ഞാറ്റ ഡ്രോ ദ ഫിഗർ ഓഫ് എ പെൻസിൽ ആൻഡ് ഷേപ്സ് ഓൺ ഇറ്റ്. കുഞ്ഞാറ്റ ഒരു പെൻസിലിന്റെ ചിത്രം വരച്ചു. എന്നിട്ട് അതിന്റെ മുകളിൽ എന്താണ് വരച്ചത്? കുറെ ഷേപ്പുകൾ വരച്ചു, കുറെ രൂപങ്ങൾ വരച്ചു അല്ലേ? ഷീ ഗേവ് കളർ ടു ദ ഷേപ്സ്. എന്നിട്ട് അവൾ എന്തു ചെയ്തു? ആ ഷേപ്സിനെല്ലാം നിറവും നൽകി. ഒന്നാമത്തെ ചോദ്യം എന്താണ് ഇവിടെ നൽകിയിരിക്കുന്നത്? ഡ്രോ ദ ഷേപ്സ് ഓൺ ദ പെൻസിൽ ആൻഡ് കളർ ഇറ്റ്. കുഞ്ഞാറ്റ പെൻസിലിന് മുകളില് ഷേപ്സ് വരച്ചിട്ടുണ്ടായിരുന്നു അല്ലേ? പക്ഷേ അവൾ അത് മുഴുവനായും വരച്ചിട്ടില്ല. കൂട്ടുകാരോട് അത് മുഴുവനായും വരച്ചിട്ട് അതിന് നിറവും നൽകാനാണ് പറഞ്ഞിരിക്കുന്നത്. പെൻസിലിന് മുകളിൽ എങ്ങനെയാണ് കുഞ്ഞാറ്റ രൂപങ്ങൾ വരച്ചിരിക്കുന്നത്? ഫസ്റ്റ് റെക്റ്റാങ്കിൾ ആണ്, പിന്നെ എന്താണ്? പിന്നെ സർക്കിൾ ആണ്, പിന്നെ റെക്റ്റാങ്കിൾ ആണ്, പിന്നെ സർക്കിൾ ആണ്, പിന്നെ റെക്റ്റാങ്കിൾ ആണ് അല്ലേ? അങ്ങനെയാണ് വരച്ചിരിക്കുന്നത്. ഇനി 4 കൂടി നമ്മൾ വരയ്ക്കണം. എങ്ങനെയാണ് നമ്മൾ വരയ്ക്കുക? ഇനി ഏത് രൂപമാണ് വരേണ്ടത്? ഫസ്റ്റ് റെക്റ്റാങ്കിൾ ആണ്, പിന്നെ സർക്കിൾ ആണ്, പിന്നെ റെക്റ്റാങ്കിൾ ആണ്, പിന്നെ സർക്കിൾ ആണ്, പിന്നെ റെക്റ്റാങ്കിൾ ആണ് അല്ലേ? ഇനി ഏതായിരിക്കും വരേണ്ടത്? ഇനി സർക്കിൾ ആണ് വരേണ്ടത്. പിന്നെയോ? പിന്നെ റെക്റ്റാങ്കിൾ ആണ് വരേണ്ടത്. പിന്നെയോ? പിന്നെ സർക്കിൾ ആണ് വരേണ്ടത്. പിന്നെയോ? പിന്നെ റെക്റ്റാങ്കിൾ ആണ് വരേണ്ടത്. ഇവിടെ വരച്ചിരിക്കുന്നത് കൂട്ടുകാർ കണ്ടല്ലോ. അതിനുശേഷം അതിന് ഭംഗിയായി നിറവും നൽകിയിട്ടുണ്ട് അല്ലേ? ഇതേപോലെ കൂട്ടുകാർ ചെയ്യുമല്ലോ. ഇനി അതിലെ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. വാട്ട് ഈസ് ദ ടോട്ടൽ നമ്പർ ഓഫ് ദ ഷേപ്പ് റെക്റ്റാങ്കിൾ ഇൻ ദിസ് പിക്ചർ? കൂട്ടുകാർ വരച്ചിരിക്കുന്ന ചിത്രത്തിൽ എത്ര റെക്റ്റാങ്കിൾസ് ആണ് കാണുന്നത്? അത് എത്ര എണ്ണമാണെന്ന് എണ്ണി അവിടെ എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. എത്ര റെക്റ്റാങ്കിൾസ് ആണ്? 1 2 3 4 5 റെക്റ്റാങ്കിൾസ് ആണ് അല്ലേ? ഇനി നമ്മൾക്ക് ആക്ടിവിറ്റി 2 നോക്കാം. ടു ദ ഗാർഡൻ. പൂന്തോട്ടത്തിലേക്ക്. കുഞ്ഞാറ്റ ആൻഡ് ഹർ ഫ്രണ്ട്സ് ഡിസൈഡഡ് ടു മേക്ക് എ പൂക്കളം. കുഞ്ഞാറ്റയും അവളുടെ കൂട്ടുകാരും എന്തു തീരുമാനിച്ചു? ഒരു പൂക്കളം നിർമ്മിക്കാൻ തീരുമാനിച്ചു. ദേ വെന്റ് ടു ദ ഗാർഡൻ. അങ്ങനെ അവർ എന്തു ചെയ്തു? പൂന്തോട്ടത്തിലേക്ക് പോയി. ബിഗ് ആൻഡ് സ്മോൾ ഫ്ലവേഴ്സ്. അവിടെ എന്തൊക്കെയുണ്ട്? വലിയ പൂക്കളും ചെറിയ പൂക്കളുമുണ്ട്. ബട്ടർഫ്ലൈ ആൻഡ് ബീറ്റിൽ കെയിം ടു സക്ക് ഹണി ഫ്രം ദ ഫ്ലവേഴ്സ്. പൂമ്പാറ്റകളും വണ്ടുകളുമെല്ലാം പൂക്കളിൽ നിന്ന് തേൻ കുടിക്കാൻ വന്നിട്ടുണ്ട്. ഇതാ കണ്ടില്ലേ, തോട്ടത്തിലെ പൂക്കളിൽ നിന്ന് പൂമ്പാറ്റകളും വണ്ടുകളുമെല്ലാം തേൻ കുടിക്കുകയാണ് അല്ലേ? ഇനി നമ്മളോട് എന്താണ് പറഞ്ഞിരിക്കുന്നത്? ഗിവ് യെല്ലോ കളർ ടു ദ ബിഗ് ഫ്ലവേഴ്സ് ആൻഡ് റെഡ് ടു ദ സ്മോൾ ഫ്ലവേഴ്സ്. എന്താണ്? വലിയ പൂക്കൾക്ക് മഞ്ഞ നിറവും ചെറിയ പൂക്കൾക്ക് ചുവന്ന നിറവും ഇടാനാണ് കൂട്ടുകാരോട് പറഞ്ഞിരിക്കുന്നത്. നമ്മൾക്കൊന്ന് ചെയ്തു നോക്കിയാലോ? ദാ നോക്കൂ, ഇതുപോലെ വലിയ പൂക്കൾക്ക് മഞ്ഞ നിറവും ചെറിയ പൂക്കൾക്ക് ചുവന്ന നിറവും നമ്മൾക്ക് നൽകാം അല്ലേ? ഇനി എന്താണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്? ഒന്നാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്? നമ്പർ ഓഫ് ബിഗ് ഫ്ലവേഴ്സ്. ഇവിടെ വലിയ പൂക്കൾ എത്ര എണ്ണമാണ് കൂട്ടുകാർ കാണുന്നത്? നമ്മൾ മഞ്ഞ നിറം കൊടുത്തിരിക്കുന്ന പൂക്കളുടെ എണ്ണം എത്രയാണ്? 1 2 3 4. 4 പൂക്കളാണ് അല്ലേ? ആ ബോക്സിൽ നമ്മൾ 4 എന്നാണ് എഴുതേണ്ടത്. ഇനി രണ്ടാമത്തെ ചോദ്യം എന്താണ്? നമ്പർ ഓഫ് സ്മോൾ ഫ്ലവേഴ്സ്. ചെറിയ പൂക്കളുടെ എണ്ണം എത്രയാണെന്നാണ് കൂട്ടുകാരോട് ചോദിച്ചിരിക്കുന്നത്. നമ്മൾ ചുവപ്പ് നിറം കൊടുത്തിരിക്കുന്ന പൂക്കളുടെ എണ്ണം എത്രയാണ്? 1 2 3 4 5.
5 പൂക്കളാണ് അല്ലേ? നമ്മൾ ആ ബോക്സിൽ എന്താണ് എഴുതേണ്ടത്? 5 എന്നാണ് എഴുതേണ്ടത്. ഇനി നോക്കൂ, ബട്ടർഫ്ലൈസ് ഫ്ലട്ടേർഡ് അറൗണ്ട് കുഞ്ഞാറ്റ. പൂമ്പാറ്റകൾ കുഞ്ഞാറ്റയ്ക്ക് ചുറ്റും പറന്നു. എന്താണ് ഇനി അടുത്ത ചോദ്യം? നമ്പർ ഓഫ് ബട്ടർഫ്ലൈസ് ഇൻ ഫ്രണ്ട് ഓഫ് കുഞ്ഞാറ്റ. കുഞ്ഞാറ്റയുടെ മുമ്പിലുള്ള പൂമ്പാറ്റകളുടെ എണ്ണം എത്രയാണ്? 1, 2, 3. 3 പൂമ്പാറ്റകളാണ് അല്ലേ? ആ ബോക്സിൽ നമ്മൾ എന്താണ് എഴുതേണ്ടത്? 3 എന്നാണ് എഴുതേണ്ടത്. ഇനി ആക്ടിവിറ്റി 3 നോക്കാം. ലെറ്റ്സ് പ്ലേ വിത്ത് ബോൾസ്. നമ്മൾക്ക് ബോളുകൾ കൊണ്ട് കളിക്കാം. മാച്ച് ആൻഡ് ഡ്രോ ടു ദ സെയിം നമ്പേഴ്സ്. ഒരേ എണ്ണങ്ങൾ വരുന്നവ തമ്മിൽ യോജിപ്പിച്ച് വരയ്ക്കാനാണ് കൂട്ടുകാരോട് പറഞ്ഞിരിക്കുന്നത്. ഒന്നാമത്തേതിൽ എത്ര കുട്ടികളെയാണ് കൂട്ടുകാർ കാണുന്നത്? 3 സ്റ്റുഡൻസ് ആണ് അല്ലേ? 3 കുട്ടികളാണ്. അത് എങ്ങോട്ടാണ് യോജിപ്പിക്കേണ്ടത്? 3 ബോൾസ് നൽകിയിരിക്കുന്ന വരിയിലേക്കാണ് അല്ലേ? ഇവിടെ യോജിപ്പിച്ചത് കൂട്ടുകാർ കണ്ടില്ലേ? ഇനി രണ്ടാമത്തേത് എന്താണ് നൽകിയിരിക്കുന്നത്? എത്ര കുട്ടികളാണ് ആ വരിയിലുള്ളത്? 5 സ്റ്റുഡൻസ്, 5 കുട്ടികളാണ് അല്ലേ? അത് എങ്ങോട്ടാണ് നമ്മൾ യോജിപ്പിക്കേണ്ടത്? 5 ബോൾസ് നൽകിയിരിക്കുന്ന വരിയിലേക്കാണ്. എവിടെയാണ് അതുള്ളത്? ഒന്നാമത്തെ വരിയാണ് അല്ലേ? അത് യോജിപ്പിച്ചിരിക്കുന്നത് കൂട്ടുകാർ കണ്ടോ? ഇനി അടുത്ത വരിയിൽ എത്ര കുട്ടിയുണ്ട്? ഒരു കുട്ടിയാണ് ഉള്ളത് അല്ലേ? 1 സ്റ്റുഡന്റ് ആണ്. അത് എങ്ങോട്ടാണ് യോജിപ്പിക്കേണ്ടത്? 1 ബോളിലേക്കാണ് നമ്മൾ യോജിപ്പിക്കേണ്ടത്. ഇനി അടുത്ത വരിയിൽ എത്ര കുട്ടികളാണ് ഉള്ളത്? 4 സ്റ്റുഡൻസ് അല്ലേ? 4 കുട്ടികളാണ് ഉള്ളത്. അത് എങ്ങോട്ടാണ് യോജിപ്പിക്കേണ്ടത്? 4 ബോൾസ്, 4 ബോളുകൾ നൽകിയിരിക്കുന്ന വരിയിലേക്കാണ് അല്ലേ? അത് യോജിപ്പിച്ചിരിക്കുന്നത് കൂട്ടുകാർ കണ്ടോ? ഇനി അടുത്ത വരിയിൽ എത്ര കുട്ടികളെയാണ് കാണുന്നത്? 2 സ്റ്റുഡൻസ്, 2 കുട്ടികളാണ് അല്ലേ? അത് എങ്ങോട്ടാണ് യോജിപ്പിക്കേണ്ടത്? 2 ബോൾസ്, 2 ബോളുകൾ നൽകിയിരിക്കുന്ന വരിയിലേക്കാണ്. അത് യോജിപ്പിച്ചിരിക്കുന്നത് കൂട്ടുകാർ കണ്ടോ? ഇനി നമ്മൾക്ക് ആക്ടിവിറ്റി 4 നോക്കാം. ലെറ്റ്സ് ഡ്രോ ഫ്ലവേഴ്സ്. നമ്മൾക്ക് പൂക്കൾ വരയ്ക്കാം. Put 6 ഫ്ലവേഴ്സ് ഇൻ ഈച്ച് ബാസ്ക്കറ്റ്. എന്താണ് പറഞ്ഞിരിക്കുന്നത്? ഓരോ ബാസ്ക്കറ്റിലും 6 പൂക്കളാണ് വെക്കേണ്ടത്. ഒന്നാമത്തെ ബാസ്ക്കറ്റിൽ എത്ര പൂക്കളാണ് കൂട്ടുകാർ കാണുന്നത്? 1, 2, 3, 4, 5, 6. ഇനി ഇവിടെ പറഞ്ഞിരിക്കുന്നത് എന്താണ്? നമ്പർ ഓഫ് ഫ്ലവേഴ്സ് ഇൻ ദ ബാസ്ക്കറ്റ്. ഇവിടെയുള്ള ബാസ്ക്കറ്റിലെ പൂക്കളുടെ എണ്ണം അവിടെ എത്രയാണ് നൽകിയിരിക്കുന്നത്? 6 ആണ് അല്ലേ? പിന്നെ എന്താണ് കൊടുത്തിരിക്കുന്നത്? നമ്പർ ഓഫ് ഫ്ലവേഴ്സ് ഡ്രോൺ. ആ ബാസ്ക്കറ്റിൽ എത്ര പൂക്കളാണ് വരച്ചിരിക്കുന്നത്? ആ ബാസ്ക്കറ്റിൽ നമ്മൾ പൂക്കളൊന്നും വരച്ചിട്ടില്ല അല്ലേ? അപ്പോൾ അതിന് നേരെയുള്ള ബോക്സിൽ എന്താണ് നൽകിയിരിക്കുന്നത്? 0. ഇനി അടുത്ത ബാസ്ക്കറ്റിലേക്ക് നോക്കൂ. എന്താണ് അവിടെ നൽകിയിരിക്കുന്നത്? നമ്പർ ഓഫ് ഫ്ലവേഴ്സ് ഇൻ ദ ബാസ്ക്കറ്റ്. ബാസ്ക്കറ്റിൽ എത്ര പൂക്കളാണ് നൽകിയിരിക്കുന്നത്? 2 ആണ് അല്ലേ? 2 പൂക്കളാണ് ബാസ്ക്കറ്റിൽ ഉള്ളത്. നമ്മളോട് എത്ര പൂക്കളാണ് ബാസ്ക്കറ്റിൽ നിറയ്ക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞിരുന്നത്? 6 പൂക്കളാണ് നമ്മൾ ബാസ്ക്കറ്റിൽ നിറയ്ക്കേണ്ടത് അല്ലേ? അപ്പോൾ നമ്മൾ എത്ര പൂക്കൾ കൂടി ആ ബാസ്ക്കറ്റിൽ വരയ്ക്കണം? 2 പൂക്കൾ ബാസ്ക്കറ്റിലുണ്ട് അല്ലേ? ഇനി ബാക്കി എത്രയാണ് വേണ്ടത്? 3, 4, 5, 6. 4 പൂക്കളും കൂടി നമ്മൾക്ക് വരയ്ക്കണം അല്ലേ? നമ്മൾ കുട്ടയിൽ എത്ര പൂക്കൾ വരയ്ക്കണം? 4 പൂക്കൾ അവിടെ വരച്ചു കൊടുക്കണം. ഇനി അവിടെ നോക്കൂ, നമ്പർ ഓഫ് ഫ്ലവേഴ്സ് ഡ്രോൺ. ബാസ്ക്കറ്റിൽ എത്ര പൂക്കളാണ് കൂട്ടുകാർ വരച്ചത്? 4 പൂക്കളാണ് അല്ലേ? അതാണ് നമ്മൾ നേരെയുള്ള ബോക്സിൽ എഴുതേണ്ടത്. ഇനി നോക്കൂ, നമ്പർ ഓഫ് ഫ്ലവേഴ്സ് ഇൻ ദ ബാസ്ക്കറ്റ്. ബാസ്ക്കറ്റിൽ എത്ര പൂക്കളാണ് കൂട്ടുകാർ കാണുന്നത്? 4. 4 പൂക്കളാണ് ബാസ്ക്കറ്റിൽ ഉള്ളത് അല്ലേ? അപ്പോൾ 4 എന്നാണ് നമ്മൾ ആദ്യത്തെ ബോക്സിൽ എഴുതേണ്ടത്. നമ്മളോട് എത്ര പൂക്കളാണ് ബാസ്ക്കറ്റിൽ നിറയ്ക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞിരുന്നത്? 6 പൂക്കളാണ് അല്ലേ? 6 പൂക്കളാണ് ബാസ്ക്കറ്റിൽ നിറയ്ക്കേണ്ടത്. അങ്ങനെയാണെങ്കിൽ എത്ര പൂക്കൾ കൂടി ആ ബാസ്ക്കറ്റിൽ നമ്മൾ വരയ്ക്കണം? 4 പൂക്കളാണ് ബാസ്ക്കറ്റിൽ ഉള്ളത് അല്ലേ? ഇനി എത്രയാണ് വേണ്ടത്? 4, 5, 6. 2 പൂക്കളും കൂടിയാണ് നമ്മൾക്ക് വേണ്ടത് അല്ലേ? അപ്പോൾ എത്ര പൂക്കൾ നമ്മൾ അവിടെ വരയ്ക്കണം? 2 പൂക്കളാണ് ബാസ്ക്കറ്റിൽ വരയ്ക്കേണ്ടത്. നമ്പർ ഓഫ് ഫ്ലവേഴ്സ് ഡ്രോൺ. എത്ര പൂക്കളാണ് കൂട്ടുകാർ വരച്ചിരിക്കുന്നത്? 2 ആണ് അല്ലേ? അതിന് നേരെയുള്ള ബോക്സിൽ നമ്മൾ എന്താണ് എഴുതേണ്ടത്? 2 എന്നാണ് എഴുതേണ്ടത്. ഇനി അടുത്ത ബാസ്ക്കറ്റിൽ നോക്കൂ, എത്ര പൂക്കൾ കൂട്ടുകാർക്ക് കാണാൻ സാധിക്കുന്നുണ്ട്? ഒരൊറ്റ പൂക്കൾ പോലും ആ ബാസ്ക്കറ്റിൽ ഇല്ല അല്ലേ? നമ്മളോട് ചോദിച്ചിരിക്കുന്ന ഒന്നാമത്തെ ചോദ്യം നോക്കൂ, നമ്പർ ഓഫ് ഫ്ലവേഴ്സ് ഇൻ ദ ബാസ്ക്കറ്റ്. ബാസ്ക്കറ്റിലെ
പൂക്കളുടെ എണ്ണം എത്രയാണ്? 0 ആണ് അല്ലേ? പൂക്കളൊന്നും ഇല്ലല്ലോ. അപ്പോൾ അതിന് നേരെയുള്ള ബോക്സിൽ നമ്മൾ എന്താണ് എഴുതേണ്ടത്? 0 എന്നാണ് എഴുതേണ്ടത്. ഇനി നമ്പർ ഓഫ് ഫ്ലവേഴ്സ് ഡ്രോൺ, എത്ര പൂക്കൾ നമ്മൾ ബാസ്ക്കറ്റിൽ വരയ്ക്കണം? എത്ര പൂക്കളായിരുന്നു നമ്മളോട് ബാസ്ക്കറ്റിൽ നിറയ്ക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞിരുന്നത്? 6 പൂക്കൾ അല്ലേ? 6 പൂക്കളാണ് നമ്മൾ ബാസ്ക്കറ്റിൽ നിറയ്ക്കേണ്ടത്. അങ്ങനെയാണെങ്കിൽ എത്ര പൂക്കൾ നമ്മൾ ബാസ്ക്കറ്റിൽ വരയ്ക്കണം? 6. 6 പൂക്കളും നമ്മൾ ബാസ്ക്കറ്റിൽ വരയ്ക്കണം. വരച്ചതിന് ശേഷം അതിന് താഴെ നൽകിയിരിക്കുന്ന ബോക്സിൽ എന്താണ് നമ്മൾ എഴുതേണ്ടത്? 6 എന്നാണ് എഴുതേണ്ടത്. ഇനി നമ്മൾക്ക് 5th ആക്ടിവിറ്റി നോക്കാം. ലെറ്റ്സ് ഫൈൻഡ് ദ വേ. നമ്മൾക്ക് വഴി കണ്ടെത്താം. ഒന്നാമത്തെ ചോദ്യം എന്താണ് നൽകിയിരിക്കുന്നത്? ഷോ ദ വേ ഫോർ ദ ലിറ്റിൽ ബട്ടർഫ്ലൈ ടു റീച്ച് ഹർ മദർ. കുഞ്ഞു പൂമ്പാറ്റയ്ക്ക് അവളുടെ അമ്മയുടെ അടുത്തെത്താൻ കൂട്ടുകാർ വഴി കാണിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ഗോ ത്രൂ ദ കോൺസിക്യൂട്ടീവ് നമ്പേഴ്സ്. ഏത് വഴിയാണ് പോകേണ്ടത്? 1 മുതൽ 10 വരെയുള്ള നമ്പറുകളിലൂടെയാണ് പോകേണ്ടത്. ഇവിടെ നൽകിയിരിക്കുന്ന പൂവുകളിലെല്ലാം നമ്പറുകൾ നൽകിയിട്ടുണ്ട്. 1 to 10 വരെ ശരിയായ ക്രമത്തിൽ പൂവുകളിലൂടെ പോവുകയാണ് ചെയ്യേണ്ടത്. ഏതെങ്കിലും പൂവിൽ കൂട്ടുകാർ നമ്പർ കണ്ടിട്ടില്ലെങ്കിൽ അവിടെ ഏതാണോ നമ്പർ എഴുതേണ്ടത് ആ നമ്പർ എഴുതിയിട്ട് കുഞ്ഞു പൂമ്പാറ്റയ്ക്ക് അമ്മ പൂമ്പാറ്റയുടെ അടുത്തേക്ക് വഴി കാണിച്ചു കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. നമ്മൾക്കൊന്ന് ചെയ്തു നോക്കിയാലോ? ഇതാ കൂട്ടുകാർ കണ്ടില്ലേ? കുഞ്ഞു പൂമ്പാറ്റ അമ്മ പൂമ്പാറ്റയുടെ അടുത്തേക്ക് എത്തിയ വഴി കൂട്ടുകാർ കണ്ടോ? ആദ്യം 1 എന്ന നമ്പർ എഴുതിയ പൂവിലേക്ക് പോയി, പിന്നെയോ 2 എന്ന നമ്പർ എഴുതിയ പൂവിലേക്ക് പോയി, പിന്നെയോ 3 എന്ന നമ്പർ എഴുതിയ പൂവിലേക്ക് പോയി, പിന്നെയോ അവിടെ 4 എന്ന നമ്പർ എഴുതിയ പൂവ് ഇല്ലായിരുന്നു. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ആ പൂവിൽ 4 എന്ന് എഴുതി കൊടുക്കാം. എന്നിട്ട് 4 എന്ന നമ്പർ എഴുതിയ പൂവിലേക്ക് പോവാം. പിന്നെയോ 5 എന്ന നമ്പർ എഴുതിയ പൂവിലേക്ക് പോയി, പിന്നെയോ 6 എന്ന നമ്പർ എഴുതിയ പൂവിലേക്ക് പോയി, പിന്നെയോ 7 എന്ന നമ്പർ എഴുതിയ പൂവിലേക്ക് പോയി, പിന്നെയോ 8 എന്ന നമ്പർ എഴുതിയ പൂവ് അവിടെ ഇല്ലായിരുന്നു. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ആ പൂവിൽ 8 എന്ന് എഴുതി കൊടുക്കണം. അതിനുശേഷം 7ൽ നിന്ന് 8 എന്ന പൂവിലേക്ക് പോവാം. പിന്നെയോ 9 എന്ന പൂവിലേക്ക് പോയി. അടുത്ത പൂവിൽ നമ്മൾക്ക് എന്തെഴുതാം? 10 എന്ന് എഴുതാം അല്ലേ? അതിനുശേഷം 9 എന്ന പൂവിൽ നിന്ന് 10 എന്ന പൂവിലേക്ക് പോവാം. ഇപ്പോൾ കുഞ്ഞു പൂമ്പാറ്റ അമ്മ പൂമ്പാറ്റയുടെ അടുത്ത് എത്തിയല്ലോ. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ് നൽകിയിരിക്കുന്നത്? ഡ്രോ ദ നെക്സ്റ്റ് ഫിഗർ. ഇനി അടുത്തത് വരേണ്ട ചിത്രം എന്താണെന്ന് നോക്കിയിട്ട് വരയ്ക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. എന്താണ് ഇവിടെ നൽകിയിരിക്കുന്നത്? ആദ്യത്തെ ചിത്രത്തിൽ 2 ബോളുകൾ അട്ടയായി വച്ചിട്ടുണ്ട് അല്ലേ? അടുത്ത ചിത്രത്തിലോ 2 ബോളുകൾക്ക് അടുപ്പിച്ച് തന്നെ 2 ബോളുകൾ കൂടി വച്ചിട്ടുണ്ട് അല്ലേ? അപ്പോൾ എത്ര ബോളുകളായി? 4 ബോളുകളാണ് രണ്ടാമത്തെ ചിത്രത്തിൽ കാണുന്നത്. പിന്നെ അടുത്ത ചിത്രത്തിൽ എന്താണ് കൂട്ടുകാർ കാണുന്നത്? ആ 4 ബോളുകൾക്ക് അടുത്ത് തന്നെ 2 ബോളുകൾ കൂടി അടുപ്പിച്ച് വെച്ചിട്ടുണ്ട് അല്ലേ? അപ്പോൾ എത്ര ബോളുകളാണ് അവിടെ കൂട്ടുകാർ കാണുന്നത്? 6 ബോളുകളാണ് അല്ലേ? ഇനി അടുത്ത ചിത്രം എങ്ങനെയായിരിക്കും വരയ്ക്കേണ്ടത്? ഈ 6 ബോളുകൾക്ക് അടുപ്പിച്ച് നമ്മൾ എത്ര ബോൾ വരയ്ക്കണം? 2 ബോളുകൾ വരയ്ക്കണം അല്ലേ? എങ്ങനെയാണ്? ദാ നോക്കൂ, 6 ബോളുകൾക്ക് അടുപ്പിച്ച് 2 ബോളുകൾ കൂടി വരച്ചിരിക്കുന്നത്. അപ്പോൾ എത്ര ബോളുകളാണ് ആയത്? 8 ബോളുകളാണ് അല്ലേ? ആക്ടിവിറ്റികളെല്ലാം കൂട്ടുകാർക്ക് മനസ്സിലായോ? അപ്പോ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും all the best for your exam. Thanks for watching. If you like this video, please do subscribe, like, comment and share.